വെൽക്കം ബാക്ക് ടു ടെക്കി മീഡിയ. കോഴിക്കോട് ബൈപ്പാസിൽ ഇനി നിർമ്മാണം കഴിയാനുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. കാലിക്കറ്റ് ബൈപ്പാസ് ആരംഭിക്കുന്നത് വെങ്ങളം ഫ്ലൈ ഓവറോടുകൂടിയാണ്. ഫ്ലൈ ഓവറിന്റെ സ്ട്രക്ചർ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട്. ഫില്ലിംഗ് വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഫില്ലിംഗ് വർക്കുകൾ പൂർത്തിയാക്കി മാർച്ചിൽ ഫ്ലൈ ഓവർ തുറന്നുകൊടുക്കും എന്നാണ് അധികാരികൾ അറിയിച്ചത്. 530 മീറ്ററാണ് ഈ ഫ്ലൈ ഓവറിന്റെ ദൈർഘ്യം. വലതുവശത്തുകൂടെയാണ് പഴയ NH കടന്നുപോകുന്നത്. കോഴിക്കോട് ടൗണ് പൂർണ്ണമായും ഒഴിവാക്കിയാണ് പുതിയ ബൈപ്പാസ് വരുന്നത്. 28.4 കിലോമീറ്റർ ദൈർഘ്യമുള്ള ബൈപ്പാസ് 6 വരിയാക്കുന്ന പ്രവൃത്തി 2018 കരാർ നൽകിയത് 2020 പൂർത്തിയാക്കാനാണ്. എന്നാൽ കരാർ കമ്പനിയായ KMC ബാങ്ക് ഗ്യാരണ്ടി കെട്ടിവെക്കാൻ വൈകിയതിനാൽ നിർമ്മാണം ആരംഭിച്ചത് 2021 ഏപ്രിൽ 18 2024 ജനുവരിയിൽ പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടെങ്കിലും മണ്ണ് ക്ഷാമവും മറ്റു കാരണങ്ങൾ കൊണ്ടും കരാറുകാരുടെ അപേക്ഷ പ്രകാരം ഡിസംബറിലേക്ക് നീട്ടിക്കൊടുത്തു. എന്നാൽ ഇപ്പോൾ 2025 മെയ് 15 മാറ്റിയിട്ടുണ്ട്. വെങ്ങളം ജംഗ്ഷൻ ഭാഗത്ത് സ്റ്റീൽ ഗേർഡറാണ് ഉപയോഗിച്ചത്. അടുത്തതായി നിർമ്മാണം നടക്കുന്ന ഭാഗമാണ് കോരപ്പുഴ പാലം. ഇവിടെ ഗേർഡർ ലോഞ്ചിങ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഗേർഡർ ലോഞ്ചിങ് കഴിഞ്ഞ ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ചെയ്യാൻ മെറ്റൽ ഫിക്സിംഗ് ചെയ്യുന്നത് കാണാം. കാലിക്കറ്റ് ബൈപ്പാസിലെ എല്ലാ പാലങ്ങളിലും മൂന്നാമത് ഒരു പാലം കൂടെ വരുന്നുണ്ട്. കോരപ്പുഴ പാലത്തിലെ മൂന്നാമത്തെ പാലത്തിന്റെ പൈലിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിയർ പൈൽ ക്യാപ്പ് വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. കോഴിക്കോട് ബൈപ്പാസിലെ എല്ലാ മൂന്നാമത്തെ പാലവും മറ്റൊരു പ്രൊജക്റ്റായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ബൈപ്പാസ് പൂർണ്ണമായി തുറന്നുകൊടുക്കാൻ മൂന്നാമത്തെ പാലത്തിന്റെ നിർമ്മാണം കഴിയണമെന്നില്ല. പൂളാടിക്കുന്ന് ഫ്ലൈ ഓവറിന്റെ നിർമ്മാണം 1 വർഷം മുൻപേ കഴിഞ്ഞിട്ടുണ്ട്. ഫില്ലിംഗ് വർക്കുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. മാർച്ച് മാസത്തോടെ ഈ പാലം തുറന്നുകൊടുക്കുന്നതാണ്.
പുറക്കാട്ടിരി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. മൂന്നാമത്തെ പാലത്തിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അമ്പലപ്പടി ഭാഗത്ത് മെയിൻ കാരേജ് വേയുടെ വർക്കുകൾ നടക്കുന്നുണ്ട്. സമീപമുള്ള പാലത്തിലേക്കുള്ള ഗേർഡർ ഇവിടെ നിർമ്മിച്ചതുകൊണ്ടാണ് ഈ ഭാഗത്ത് മെയിൻ കാരേജ് വേയുടെ വർക്കുകൾ നടക്കാതിരുന്നത്. മൊകവൂർ ഭാഗത്ത് മെയിൻ കാരേജ് വേയുടെ DBM വർക്കുകൾ നടക്കുന്നുണ്ട്. നിലവിൽ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. ഉടനെ മെയിൻ കാരേജ് വേ തുറന്നു നൽകുന്നതാണ്. മാളിക്കടവ് ഭാഗത്ത് മെയിൻ കാരേജ് വേയുടെ ലെയറിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെയും ഉടനെ DBM ചെയ്ത് റോഡ് തുറന്നു നൽകുന്നതാണ്. മാളിക്കടവ് അണ്ടർപാസിന്റെ നിർമ്മാണം ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. മാർച്ചിൽ നിർമ്മാണം പൂർത്തിയാക്കി തുറന്നുകൊടുക്കുന്നതാണ്. വേങ്ങേരിയിൽ വെഹിക്കിൾ ഓവർപാസ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഫിനിഷിംഗ് വർക്കുകൾ കൂടെ കഴിഞ്ഞാൽ തുറന്നു നൽകുന്നതാണ്. ലെഫ്റ്റ് മെയിൻ കാരേജ് വേയുടെ വർക്ക് നടക്കുന്നുണ്ട്. കാലിക്കറ്റ് ബൈപ്പാസിലെ NH 66 മാറി NH 766 കണക്റ്റ് ആകുന്ന പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് മലാപ്പറമ്പ് ജംഗ്ഷൻ. വെഹിക്കിൾ ഓവർപാസിന്റെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്.
അണ്ടർഗ്രൗണ്ട് മെയിൻ കാരേജ് വേയുടെ വർക്കുകളാണ് ഇനി ബാക്കിയുള്ളത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സ്വിഗ്ഗി ഡെലിവറിയിൽ ജോലി ചെയ്യുന്ന യുവാവ് മരണപ്പെട്ട സ്ഥലമാണിത്. കോൺക്രീറ്റിന് ഡിവൈഡർ കണ്ട പോലെ ഉണ്ട്. അവിടെ കുറെ കിടക്കുക, വെറുതെ കിടക്കുക. അതൊരു 4 വെച്ചാൽ മതി. ഇവിടെ അതൊരു ചെയ്യുന്നില്ല. അത് ഇതിന്റെ മുന്നേ ഇവിടെ നേരത്തെ ഒരാൾ ഇവിടെ നമ്മുടെ നാട്ടുകാരൻ തന്നെയായിരുന്നു. അത് രാവിലെ വരുന്ന സമയത്ത് വീണിട്ട് അയാൾ ഇപ്പോഴും വാരിയെല്ലാം ഒടിഞ്ഞ വീട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ ഇത് കാരണം ആ റോഡ് സ്ട്രെയിറ്റ് ആണ് ഇവിടെ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു റൈറ്റ് ടേൺ എടുത്തിട്ട് വേണം മറ്റേ റോഡിലോട്ട് പോകാൻ. അതും കൂടിയാണ് പറയുന്നത്. ഇവിടെ ഒരു റിബൺ വെച്ച് കെട്ടുകയാണ് ചെയ്യാറുള്ളത്. അവർ റിബൺ വെച്ച് കെട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ പലപ്പോഴും ഇവർക്ക് ഈ മതിയായ ഒരു സുരക്ഷാ സംവിധാനം ഇവിടെ ഇല്ല. ലോറിയും കൂടെ നിർത്തിയിടുന്നുണ്ട്. ഇവിടെ ലോറി നിർത്തിയിടുമ്പോൾ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ കാണൂല. മലാപ്പറമ്പിനും തൊണ്ടയാടിനും ഇടയിൽ വരുന്ന മൈനർ ജംഗ്ഷനാണിത്. നിലവിൽ കേസ് നടക്കുന്നുണ്ട്. മലബാറിൽ ഇത്ര മനോഹരമായ ഇൻഫ്രാസ്ട്രക്ചറോട് കൂടിയ മറ്റൊരു സ്ഥലമുണ്ടോ എന്ന് തന്നെ സംശയമാണ്. കേരളത്തിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുമല്ലോ. നിലവിൽ കോഴിക്കോട് ബൈപ്പാസിൽ ട്രാഫിക് ജാം അനുഭവപ്പെടുന്ന പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളാണ് മാമ്പുഴ പാലം, അറപ്പുഴ പാലം എന്നിവ. ആറ് വരികളിൽ വരുന്ന വാഹനങ്ങൾ 2 വരിയിലായി ചുരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബ്ലോക്കാണിത്. മാമ്പുഴ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഈ കാണുന്ന ഭാഗങ്ങളിലുള്ള അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം കഴിയാതെ പാലം തുറന്നുകൊടുത്തിട്ട് കാര്യമില്ല. ഈ ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗതയിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഭാഗത്തായിട്ടാണ് ടോൾ പ്ലാസ വരുന്നത്. കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ വന്നു ചേരുന്ന സ്ഥലം എന്ന നിലയിലാണ് മാമ്പുഴ തിരഞ്ഞെടുത്തത്. ഇവിടെ ടോൾ ബൂത്ത് സ്ഥാപിച്ചാൽ 2 ഹൈവേകളിലേക്കും ചേർന്ന് ഒരു ടോൾ ബൂത്ത് മതിയാകും എന്ന ഒരു നേട്ടവുമുണ്ട്. അറപ്പുഴ പാലത്തിന്റെ കോൺക്രീറ്റ് വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട്. അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം കൂടെ കഴിഞ്ഞാൽ പാലം തുറന്നു കൊടുക്കുന്നതാണ്. മൂന്നാമത്തെ പാലത്തിന്റെ പൈലിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട്.
ഇത്രയും ഭാഗങ്ങളാണ് കോഴിക്കോട് ബൈപ്പാസിൽ നിർമ്മാണം പൂർത്തിയാകാനുള്ളത്. 2025 മെയ് 15-ന് ബൈപ്പാസ് തുറന്നുകൊടുക്കും എന്നാണ് അധികാരികൾ അറിയിച്ചത്. കാലിക്കറ്റ് ബൈപ്പാസിന്റെ ഫുൾ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്ഡേറ്റുകൾ മിസ്സാവാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റന്റ് അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ് ടെക്കി മീഡിയ.